സമാനതകളില്ലാതെ രൂക്ഷമായി തുടരുന്ന കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ പൂവച്ചൽ YMCAയുടെ ഈ വചന സന്ദേശം സംവേദനം ചെയ്യുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ജീവനും മരണവും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ജീവനാണോ വലുത്, മരണമാണോ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയരുകയാണ്. ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ആ വിധത്തിൽ ഒരു പോരാട്ടത്തിൽ ആയിരിക്കുകയാണ് ഈ ലോകം മുഴുവൻ. എല്ലായ്പ്പോഴും ഒരുവന്റെ ജനനം അടയാളപ്പെടുത്താറുണ്ട്. ഒരുവൻ മരണപ്പെട്ടത് എപ്പോഴാണെന്നും അടയാളപ്പെടുത്താറുണ്ട്. ജനനവും മരണവും മാത്രം അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്താതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട അനുഭവം ഇതിനിടയിൽ നിലനിൽക്കുന്നു. അതാണ് ജീവിതം. ജനനവും മരണവും അടയാളപ്പെടുത്തുമ്പോൾ ജീവിതം എന്തേ അടയാളപ്പെടുത്താതെ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മഹാമാരി നമ്മളെ പഠിപ്പിച്ചു ജീവിതം അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും ജീവന്റെ വില എന്തെന്നും ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയുന്നില്ലേ? ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടൊരു കവിത എന്നെ വളരെയേറെ സ്വാധീനിച്ചു. അത് ഇങ്ങനെയാണ് തുടങ്ങുക: നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്. ഇന്നത്തെ ധ്യാനം 46-ാം സങ്കീർത്തനത്തിന്റെ ചില ഭാഗങ്ങൾ അധികരിച്ചുള്ളതാണ്. 46-ാം സങ്കീർത്തനം അതെങ്ങനെയാണ് ആരംഭിക്കുക? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. 5-ാമത്തെ വാക്യം: ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. 10-ാമത്തെ വാക്യം: മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളും, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായിട്ടുള്ള ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഞങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടം, രൂക്ഷമായ രോഗാതുരമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ കാലഘട്ടത്തിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവമേ, ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ കൂടിയേ തീരും, ഞങ്ങൾക്ക് അങ്ങയുടെ കരുണ കൂടിയേ തീരുവപ്പം. ദൈവമേ, ആ വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നാളിലും നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ അവിടുത്തെ കൃപ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. ഈ വചനത്തിന്റെ തണലിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 46-ാം സങ്കീർത്തനം അതിന്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ മനസ്സിലാവും. കോരഹ് പുത്രന്മാർ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് എഴുതി ചേർത്ത സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളെല്ലാം മനുഷ്യന്റെ വ്യത്യസ്തങ്ങളാകുന്ന വികാരങ്ങളോട് വളരെയേറെ സംവേദിക്കാനുള്ള അപാരമായ സംവേദനശേഷി ഉള്ളവയാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരുവൻ
സങ്കടത്തിൽ ആയിരിക്കുമ്പോൾ, ഒരുവൻ സന്തോഷത്തിൽ ആയിരിക്കുമ്പോൾ, പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരുവൻ മുഖം വികൃതമാക്കി അന്യം നിന്ന് പോകുന്ന നിമിഷങ്ങളിൽ, അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ അവൻ നടന്നു നീങ്ങുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളാകുന്ന വികാരങ്ങളുടെ അനുഭവങ്ങളിൽ ഈ സങ്കീർത്തനങ്ങൾ വളരെ ചലനാത്മകമായി നമ്മോട് ഇടപെടുന്നുണ്ട്. അത്തരത്തിൽ കോരഹപുത്രന്മാരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വളരെ സവിശേഷമായ അനുഭവങ്ങളോടുകൂടെ ഇടപെട്ട ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. കോരഹപുത്രന്മാർ പ്രധാനമായും വേദപുസ്തകത്തിൽ കോരഹപുത്രന്മാരെ ഉദ്ധരിച്ചിരിക്കുന്നത് രാജകൊട്ടാരങ്ങളിൽ സംഗീതം കച്ചേരി നടത്തിയിരുന്ന, സംഗീതം ആലപിച്ച് വാദ്യനാദങ്ങളോടുകൂടെ രാജസദസ്സുകളെ എല്ലായ്പ്പോഴും ആനന്ദം കൊള്ളിച്ചിരുന്ന, നൃത്തം കൊള്ളിച്ചിരുന്ന ഒരു കൂട്ടരാണ് കോരഹപുത്രന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ രാജസദസ്സുകളിൽ സംഗീത സദ്യ വിളമ്പി ഒട്ടനവധി ആളുകളിൽ സ്വാധീനം സൃഷ്ടിച്ച കോരഹപുത്രന്മാർ, അവരും ഏതൊക്കെയോ ജീവിതത്തിന്റെ ഗുരുതരമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ട വന്നപ്പോൾ അവർ ഇവിടെ അസന്നിഗ്ധം പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിന്റെ ഭദ്രതയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദൈവം നൽകുന്ന ഭദ്രതാ ബോധം എങ്ങനെയാണ് നിലനിൽക്കുക എന്ന് 46-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ ആരംഭിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാം ഭദ്രതയെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളാകുന്ന മാനങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളാകുന്ന സങ്കല്പങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളാകുന്ന ബോധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാഹനം വാങ്ങിച്ചാൽ നമ്മൾ ആദ്യം ആ വാഹനം ഇൻഷുർ ചെയ്യും. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്ക് വരെ ഇന്ന് ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ വാഹനം, മനുഷ്യൻ, വളർത്തു മൃഗങ്ങൾ എല്ലാം ഇൻഷുറൻസ് ചെയ്ത് എനിക്കും എനിക്കുള്ളവ, ഞാനും എനിക്കുള്ളവ എല്ലാം ഒരുമിച്ച് ഭദ്രമായിരിക്കണം. അത്തരത്തിലുള്ള ഭദ്രതാബോധം ഏറെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഭദ്രതാബോധം നമുക്കുള്ള മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ നൽകി. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു, പർവ്വതങ്ങൾ കുലുങ്ങും, വെള്ളം ഇരച്ച് കലങ്ങും, എന്നാൽ നാം ഭയപ്പെടുകയില്ല. നാം ഭയപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവമാണ് സങ്കേതം, ദൈവമാണ് ബലം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവം. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലായ്പ്പോഴും നമ്മളിലേക്ക് തന്നെ നിവർന്നു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കൊറോണ മഹാമാരി കാരണം ഈ ലോകം മുഴുവൻ വളരെയേറെ രൂക്ഷമായ വേദനയിലും തീരാ സങ്കടങ്ങളിലും കൂടെ നടന്നു നീങ്ങുന്നു എന്ന്? അതുകൊണ്ട് പലപ്പോഴായി നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. എന്നാൽ നമ്മൾ ഓർക്കുക, വേദപുസ്തകത്തിന്റെ പശ്ചാത്തലം മുഴുവൻ പഠിക്കുമ്പോൾ ദൈവം മൗനമായിരുന്ന, ദൈവം പ്രതികരിക്കാതിരുന്ന, ദൈവം മിണ്ടാതിരുന്ന ഒട്ടനവധി നിമിഷങ്ങളുണ്ട്. അങ്ങനെ ദൈവം മിണ്ടാതിരിക്കുന്ന ഒരു അനുഭവം ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മുടേതായ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകി, മുന്തിയ പ്രാധാന്യം നൽകിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. അവൻ അത്തരത്തിൽ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം അവനോ അവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു ശിഷ്യന്മാരിൽ നിലനിന്ന ധാരണകളെ തിരുത്തിയിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, അവനോ അവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, പിന്നെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ഹിതം അവങ്കൽ വെളിപ്പെടേണ്ടതിന് അവൻ അങ്ങനെ കുരുടനായി പിറന്നു എന്നാണ് യേശു പറയുക. അതിനർത്ഥം, പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കടന്നു പോകുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, ഈ രോഗാതുരമായ അന്തരീക്ഷത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും അങ്ങനെയാണ്.
പുസ്തകം അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് നമ്മൾ ജീവിതത്തെ അടുക്കി വെച്ചിരിക്കുക. കാരണം എങ്ങനെയാണ് ഒരു അലമാരയിൽ നമ്മൾ പുസ്തകത്തെ അടുക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ നമ്മൾ ജീവിതത്തെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മിനിറ്റിനും ഓരോ മണിക്കൂറിനും ഓരോ ദിവസങ്ങളെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേക പ്ലാനും പദ്ധതിയുണ്ട്. അടുത്ത മിനിറ്റിൽ ഞാൻ എവിടെയായിരിക്കണം, അടുത്ത മണിക്കൂറിൽ ഞാൻ എവിടെയായിരിക്കണം, അടുത്ത ദിവസം ഞാൻ എവിടെയായിരിക്കണം എന്നൊക്കെ പറയുന്ന നമ്മുടേതായ ജീവിതത്തിന്റെ പദ്ധതികൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ അടുക്കി വെച്ചിരുന്ന ജീവിതത്തിന്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ വൈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. പിറവിയിലെ കുരുടനായ മനുഷ്യനോട് കർത്താവ് പറയുന്നു, അവൻ അങ്ങനെ കുരുടനായി പിറക്കാൻ തക്കവണ്ണം കാരണം ദൈവത്തിന്റെ ഹിതമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തെ കുറിച്ച്, ഈ നൂറ്റാണ്ടിനെ കുറിച്ച്, നമ്മുടെ അടുത്ത മിനിറ്റിനെ കുറിച്ച്, നമ്മുടെ അടുത്ത മണിക്കൂറിനെ കുറിച്ച് നമുക്ക് നമ്മുടേതായ പദ്ധതികൾ ഉള്ളപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, അടുത്ത മിനിറ്റിനെ കുറിച്ചും അടുത്ത ദിവസത്തെ കുറിച്ചും അടുത്ത മണിക്കൂറിനെ കുറിച്ചും നമ്മളെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെത് മറ്റൊന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് അതിനെ വഴിമറിച്ച് കളയാൻ പറ്റുക? അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടം കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ ഹിതം ഈ കാലഘട്ടത്തെ കുറിച്ച് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഹിതം ഈ കാലഘട്ടത്തെ കുറിച്ച് മറ്റൊന്നായിരിക്കെ ദൈവത്തിന്റെ ഹിതം ഈ കാലഘട്ടത്തെ കുറിച്ച് മറ്റൊന്നാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് അതിനെ വഴിമറിച്ച് കളയാൻ പറ്റില്ല. ഇത് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് രോഗാതുരമായ അനുഭവങ്ങളിലും ദൈവം സങ്കേതമാണ്, ദൈവം ബലമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, സമുദ്രമധ്യേ വീഴട്ടെ, വെള്ളം ഇരച്ചു കലങ്ങട്ടെ, കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, ഒന്നുകൊണ്ടും നാം ഭയപ്പെടുകയില്ല. കാരണം എല്ലായിടങ്ങളിലും ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് ഒരു പട്ടക്കാരൻ ഒരിക്കൽ ഒരു കുട്ടിയോട് ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം ഉള്ള ഒരു സ്ഥലം നീ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ ഞാൻ നിനക്കൊരു ഓറഞ്ച് വാങ്ങിത്തരാം എന്നാണ് പറയുക. പട്ടക്കാരന്റെ ഈ ആവശ്യം കേട്ട മാത്രയിൽ ഈ കുട്ടി ഇപ്രകാരം പ്രതികരിക്കുന്നുണ്ട്, ദൈവമില്ലാത്ത മറ്റൊരു സ്ഥലം അച്ഛൻ എനിക്ക് കാട്ടി തന്നാൽ ഞാൻ അച്ഛന് 2 ഓറഞ്ച് തരാം. അതിനർത്ഥം ദൈവമാണ് സങ്കേതം, ദൈവമാണ് ബലം, ദൈവം എല്ലായിടത്തുമുണ്ട്. ദൈവം എല്ലാ ജീവിത സാഹചര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു ദൈവം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വേദഭാഗം പിന്നെ താഴോട്ട് വരുമ്പോൾ 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. അതികാലത്ത് തന്നെ ദൈവം അതിനെ സഹായിക്കും എന്ന് കോരഹ പുത്രന്മാർ അസന്നിഗ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അവർക്കുണ്ടാകിയ വൈഷമ്യകരമായ ജീവിതാനുഭവങ്ങൾ, വിഷമകരമായ ജീവിത സാഹചര്യങ്ങളെ കണ്ണിൽ മുന്നിൽ കണ്ട് വിഷമകരമായ ജീവിത സാഹചര്യങ്ങൾ തങ്ങളുടെ ജീവിത ചുറ്റുവട്ടങ്ങളിൽ കീറാമുട്ടിയായി വന്നു നിൽക്കുമ്പോൾ അവർ അനുഭവിച്ച ദൈവത്തിന്റെ കൃപയുണ്ട്. അങ്ങനെ വിഷമകരമായ ജീവിതാനുഭവങ്ങളെ താണ്ടാൻ ശേഷിയില്ലാതെ അവർ കുഴഞ്ഞു വീഴുന്ന അനുഭവങ്ങളിൽ അവർ പറയുന്നു, എനിക്കുണ്ടാകുന്ന പ്രയാസം, എനിക്കുണ്ടാകുന്ന സങ്കടം, എനിക്കുണ്ടാകുന്ന ആകുലത, അത് ഉച്ചയാവാനോ അത് വൈകുന്നേരമാകാനോ എന്റെ ദൈവം സമ്മതിക്കില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. അതുകൊണ്ട് ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലുകൾ എത്രയോ സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം അതിന്റെ മധ്യയുണ്ട്. എല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പിന്നീട് 10-ാം വാക്യത്തിൽ പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. പ്രയാസവും കഷ്ടവും സങ്കടവും രോഗവും ദുരിതവും അസമാധാനവും ആകുലതയും എല്ലാം നമ്മുടെ തലയ്ക്ക് ചുറ്റും വന്ന് കുമിഞ്ഞടുക്കുമ്പോൾ എന്തിനാ നമ്മൾ കരയണം പ്രിയപ്പെട്ടവരെ? മിണ്ടാതിരുന്നു ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പോലും പറയുന്നുണ്ട്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നുള്ളതാണ്. അതുകൊണ്ട് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് പറഞ്ഞുകൊള്ളു.
ഈ 46-ാം സങ്കീർത്തനം അവസാനിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്ന് പറഞ്ഞാണ് ഇത് അവസാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റിടങ്ങളിൽ വേരൂന്നിയിരുന്ന നമ്മുടെ ഭദ്രതാബോധം, മറ്റിടങ്ങളിൽ നമ്മൾ ആശ്രയിച്ചിരുന്ന നമ്മുടെ ഭദ്രതാബോധം, ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും, നമുക്ക് നല്ല ആരോഗ്യശേഷിയുള്ള മക്കളുണ്ട്, നമുക്ക് നല്ല ആവശ്യത്തിലധികം ഭൂസ്വത്തുണ്ട്, ആവശ്യത്തിലധികം പണമുണ്ട്, അതുകൊണ്ട് എനിക്കുണ്ടാകുന്ന എല്ലാ വിഷമകരമായ സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാൻ ഈ അനുഭവങ്ങൾ എന്നെ സഹായിക്കും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ സങ്കീർത്തനം പറയുന്നു, നിന്റെ സഹായകൻ യാക്കോബിന്റെ ദൈവമാണ്, യഹോവയായ ദൈവമാണ്. അവനാണ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തത്. അവനൊഴികെ മറ്റൊരു സങ്കേതം ഈ കഷ്ടതകളും വേദനകളും താണ്ടാൻ നമ്മെ സഹായിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നൽകുന്ന ഭദ്രതാ ബോധം നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ വലിയ പാഠമാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ